പ്രസിദ്ധമായ ഒരു നാടോടി കഥയുണ്ട്. ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ചിരിയില്ലായിരുന്നു പോലും. ചിരിയില്ലാത്ത ലോകത്ത് അതിക്രമങ്ങൾ പെറ്റുപെരുകി. മനുഷ്യർ എപ്പോൾ തമ്മിൽ കണ്ടാലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് തല്ലും കുത്തുമായി. സഹികെട്ട ജനങ്ങൾ ദൈവത്തോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. കണ്ണീരോടെ പരാതി പറഞ്ഞു. ഒടുവിൽ ദൈവം ആ പ്രാർത്ഥന കേട്ടു. അങ്ങനെ മനുഷ്യരുടെ സർവ്വ ദുരിതങ്ങൾക്കുമുള്ള മരുന്നായി ചിരി ഈ ലോകത്ത് അവതരിച്ചു. ചീത്ത പറയാനും തല്ലുകൂടാനും ഒരുങ്ങി വന്നവർ തമ്മിൽ കണ്ടപ്പോൾ ചിരിക്കാൻ തുടങ്ങി. അതോടെ അടിയും ഇടിയും കുറഞ്ഞു. അങ്ങനെ അതിക്രമങ്ങൾക്കും ഏറെ അറുതിയായി. കഥയായാലും കെട്ടുകഥയായാലും ഇതിലൊരു സത്യമുണ്ട്. ചിരി മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നു. അവർ തമ്മിലുള്ള അകലം കുറക്കുന്നു. അടിക്കാൻ വടിയുമായി വരുന്നവനെ പോലും ഇരയുടെ ചിരി ഒരു നിമിഷം അങ്കലാപ്പിലാക്കും. അതോടെ തല്ലാനോങ്ങിയ കൈ താഴും, വടി താഴെ വീഴും. ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സിദ്ധി ചിരി തന്നെയാണ്. അറിവും സമ്പത്തുമെല്ലാം അതിന് താഴെയാണ്. സമ്പത്ത് കൊണ്ട് ലോകം മുഴുവനും വിലക്ക് വാങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. അറിവുകൊണ്ട് ലോകം മുഴുവനും നിങ്ങളുടെ കാൽക്കീഴിൽ വന്നേക്കാം. എന്നാൽ അതൊന്നും തന്നെ ചിരിയിലും വലുതല്ല. സ്വസ്ഥമായ ഒരു ജീവിതത്തിന്, സന്തുഷ്ടമായ കുടുംബത്തിന്, ആരോഗ്യകരമായ ബന്ധങ്ങൾക്ക് ഒരു വേള ഇതൊന്നും ഉപകാരപ്പെടണമെന്നില്ല. എന്നാൽ ചിരിയോ? അതില്ലെങ്കിൽ ജീവിതം എത്ര ദുസ്സഹമായിരിക്കും. ഏത് രോഗത്തിനും ശമനം നൽകുന്ന ഔഷധമാണ് ചിരി. ഏത് ആപൽഘട്ടങ്ങളിലും രക്ഷിക്കുന്ന കൂട്ടുകാരൻ, ഏത് സദസ്സിലും സ്വീകരിക്കപ്പെടുന്ന മാന്യനായ അതിഥി, ശത്രുവിനെ മിത്രമാക്കുന്ന സൂത്രം. അങ്ങനെ എത്ര പറഞ്ഞാലും തീരില്ല ചിരിയുടെ പോരിശ. ചിരിയിലും നല്ലൊരു മരുന്ന് വേറെയില്ല. അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഒരു രോഗിയോട് ഒന്ന് പുഞ്ചിരിച്ചു നോക്കൂ. ചുണ്ടുകൊണ്ട് വയ്യെങ്കിൽ കണ്ണുകൊണ്ടെങ്കിലും അതിന് മറുപടി കിട്ടാതിരിക്കില്ല. രോഗത്തിന്റെ ഭീകരതയിൽ പുളയുമ്പോഴും ആ പുഞ്ചിരി രോഗിക്ക് നൽകുന്ന സാന്ത്വനം ചില്ലറയല്ല. നിസ്സാരമായ ഒരു പുഞ്ചിരി മതിയാവും അന്ത്യയാത്രയിൽ മനസ്സിന് ഇത്തിരി കുളിരേകാൻ. ഒരിക്കലും ചതിക്കാത്ത കൂട്ടുകാരനാണ് ചിരി. തകർന്നുപോയ എത്രയെത്ര ബന്ധങ്ങൾ ചിരിയുടെ നൂലിൽ പിടിച്ചു കയറി തിരിച്ചു വന്നിട്ടുണ്ട്. അകന്നുപോയ മനസ്സുകളെ കൂട്ടി യോജിപ്പിക്കാൻ പോരുന്ന പൊൻകാരമാണ് ചിരി. ഏത് കൊടിയ ശത്രുവിനെയും നിരായുധനാക്കുന്ന പരിചയാണ് ചിരി. പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മമാണ് ചിരിയെന്ന് നബി തിരുമേനി നമ്മെ പഠിപ്പിക്കുന്നു. കേവലം നിസ്സാരമായ ഒരു ചിരി പോലും നമ്മെ സ്വർഗാവകാശിയാക്കുമെങ്കിൽ ആ ചിരിയുടെ മഹത്വം എത്ര വലുതായിരിക്കണം. അതുകൊണ്ടായിരിക്കുമോ മറ്റ് ജീവികൾക്കൊന്നും നൽകാതെ ചിരി എന്ന സിദ്ധി മനുഷ്യന് മാത്രം ദൈവം നൽകിയത്? ചിരി ഒരിക്കലും ഒരു നഷ്ടക്കച്ചവടമല്ല. ഒന്നിന് 10 തിരിച്ചു കിട്ടുന്ന ലാഭമുള്ള നിക്ഷേപമാണത്. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി നാം ചെലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതൊരു പൗർണമിയായി ഉദിക്കുന്നു. ഒരു നുള്ളി വെളിച്ചം ഒരു മുറിയാകെ പ്രകാശം പരത്തുന്നത് പോലെ. തിരിച്ചു കിട്ടുന്ന ഒരു പുഞ്ചിരിയുണ്ടല്ലോ, അതിലും മനോഹരമായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല. സൂര്യ വെളിച്ചത്തിൽ മഞ്ഞുപോലെ ഏത് പിണക്കവും പുഞ്ചിരിയിൽ അലിഞ്ഞു പോകുന്നു. മനുഷ്യ മനസ്സുകളെ കൂട്ടിയിണക്കുന്ന കെമിസ്ട്രിയാണ് പുഞ്ചിരി. ഏത് രാജ്യത്തും ഏത് ഭാഷയിലും ചിരിക്ക് ഒരേ ലിപിയാണ്. അതിന്റെ വ്യാകരണവും ഒന്ന് തന്നെ. ദേശങ്ങളും ഭാഷകളും അപ്രസക്തമാക്കുന്ന, വംശ വർഗ വ്യത്യാസമില്ലാത്ത, ആൺപെൺ വേർതിരിവില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ലോകത്തുണ്ടെങ്കിൽ അത് ചിരി മാത്രമാണ്. പഴയ ഒരു സിനിമാ പാട്ട് ഓർമ്മയില്ലേ? ചിരിച്ചാലും മരിക്കും, കരഞ്ഞാലും മരിക്കും, എന്നാൽ പിന്നെ ചിരിച്ചൂടെ എന്ന്. സംഗതി തമാശപ്പാട്ടാണെങ്കിലും ചിരിയുടെ ഫിലോസഫി മുഴുവൻ അതിലുണ്ട്. നാം കരയുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരും കരയേണ്ടി വരുന്നു. എന്നാൽ നാം ചിരിക്കുമ്പോഴോ ലോകം മുഴുവനും നമ്മുടെ കൂടെ ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ കരയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയെങ്കിലും നാം ചിരിക്കുക. അങ്ങനെയെങ്കിലും അവർക്ക് ഇത്തിരി സന്തോഷം നൽകുക. അപ്പോൾ ചിരിയിലും വലിയൊരു പുണ്യം വേറെയില്ല എന്ന് വരുന്നു. ചിരിക്കാൻ കഴിയണമെങ്കിൽ സന്തോഷമുള്ള ഒരു മനസ്സുകൂടി ഉണ്ടാവണം.
സന്തോഷം പുറത്തുനിന്ന് വരുന്നതല്ല, വാങ്ങാൻ കിട്ടുന്നതുമല്ല. അത് നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാവണം. അതിന് മനസ്സ് ശുദ്ധമാവണം. മനസ്സിൽ സ്നേഹവും സാഹോദര്യവും ഉണ്ടാവണം. സഹജീവികളോട് അനുകമ്പയും കൂടപ്പിറപ്പുകളോട് കാരുണ്യവും ഉണ്ടായിരിക്കണം. ആഴക്കടലിലോ ആകാശത്തിന്റെ അപാരതയിലോ അല്ല അത്ഭുതങ്ങൾ അടങ്ങിയിരിക്കുന്നത്, മനുഷ്യ മനസ്സുകളിലാണ്. ആ അത്ഭുത ലോകത്തേക്കുള്ള ഒരു കൈത്തിരിയാണ് ചിരി. മനുഷ്യ മനസ്സുകളുടെ ആരും തുറക്കാത്ത വാതിലുകൾ തുറക്കാൻ, നിലവറകളിലെ മുത്തും പവിഴവും കണ്ടുപിടിക്കാൻ ചിരിയിലും വലിയൊരു മണിച്ചിത്രത്താഴ് വേറെയില്ല. MTയുടെ പ്രസിദ്ധമായ ഒരു സിനിമയുണ്ട്, ഒരു ചെറുപുഞ്ചിരി എന്ന പേരിൽ. വാർദ്ധക്യത്തിന്റെ അവശതകൾക്കിടയിലും ജീവിതം ഒരു ചെറുപുഞ്ചിരിയാക്കി മാറ്റിയ ഒരു ദമ്പതികളുടെ പ്രകാശം പരത്തുന്ന കഥ. ഇണകളിൽ ഒരാൾ കൂടൊഴിഞ്ഞിട്ടും സങ്കടക്കടലിലേക്ക് വലിച്ചെറിയപ്പെടാതെ ബാക്കിയായ ജീവിതം ആ പഴയ പുഞ്ചിരിയുടെ തെളിച്ചത്തിൽ ജീവിച്ചു തീർക്കുന്ന മറ്റൊരാൾ. കഥ തീരുമ്പോൾ നമ്മുടെ മനസ്സിലും അറിയാതെ കണ്ണീരിന്റെ നനവുള്ള ഒരു ചെറു പുഞ്ചിരി വിരിയുന്നു. ചിരിക്കുക, ചിരിച്ചുകൊണ്ടേയിരിക്കുക. ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം ചിരിക്കാനുണ്ടാവും.